നെവിൻ പോകുന്നതിന്റെ സംഭവം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇപ്പോൾ ബിഗ് ബോസിനകത്ത് നടന്നിട്ടുണ്ട്. പക്ഷേ നെവിൻ പോകുന്നത് കാണുന്നതിന് തൊട്ട് മുമ്പുള്ള നിമിഷമായിട്ട് ഞാൻ ഓടി വന്നതാണ്. ഇവിടെ ജിസേൽ കള്ളക്കരച്ചിൽ കരയുമ്പോൾ ആർക്കും ഒന്നും പറയണ്ടേ? ഇതിനെയാണ് കള്ളക്കരച്ചിൽ എന്ന് പറയുന്നത്. ഇപ്പൊ ഈ ജിസേൽ കരഞ്ഞതാണ് കള്ളക്കരച്ചിൽ. സംഭവം ഞാൻ പറഞ്ഞുതരാം. അതായത് ഈ അടുക്കളയിൽ വന്നിട്ട് ബർഗർ മതി എനിക്കൊന്നും ഉണ്ടാക്കല്ലേ എന്നും പറഞ്ഞ് വേലക്കാരിയെടുത്ത് പറയും പോലെ പറഞ്ഞപ്പോൾ അനുമോൾക്ക് നൊന്ത്. അനുമോൾ അത് തിരിച്ച് പറയാൻ വേണ്ടിയിട്ടാണ് ബിഗ് ബോസിലേക്ക് വന്നത്. അല്ലാതെ ഇത് അമ്മായിയുടെയും അനുമോളുടെ വീടൊന്നും അല്ല. അത് കറക്റ്റ് ആയിട്ട് അഡ്രസ് ചെയ്ത രീതി എന്ന് വെച്ചാൽ നീ ബർഗറിൽ അങ്ങ് കെടാ എന്ന് പറഞ്ഞിട്ട് അനുമോൾ ദേഷ്യപ്പെട്ട് സംസാരിക്കുന്നുണ്ട്. അതേ ഫൈറ്റ് ചെയ്യണം, അങ്ങനെ തന്നെ പറയണം. അതിനുശേഷം ഒരു വേലക്കാരിയോട് പറയും പോലെയാണ് ജിസേൽ അനുമോളോട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്നിട്ട് പച്ചയ്ക്ക് പറയുന്നുണ്ട്, ഓ നിനക്ക് അസൂയയാണല്ലേ, നിനക്ക് വേണമെങ്കിൽ നീ ചോദിക്ക്, ഞാൻ തരാം എന്നും പറഞ്ഞ് ജിസേൽ അനുമോളെ ചുമ്മാ പ്രൊവോക്ക് ചെയ്തുകൊണ്ടിരുന്നു. സാധാരണ ജിസേൽ ഇങ്ങനെ സംസാരിക്കുന്നതല്ല. ശരിക്കും പറഞ്ഞാൽ ഇത്തരത്തിൽ ഇത്രയും ടോർച്ചർ ചെയ്ത് സംസാരിക്കാൻ തുടങ്ങിയത് ഇന്നലെ തൊട്ടാണ്. ഇന്നലെ അനുമോളുടെ ആ ഒരു മറ്റേ പണിപ്പുരയിൽ നിന്ന് കിട്ടിയ ആ ഒരു കിറ്റ് എടുത്ത് വലിച്ചെറിഞ്ഞത്, അതിനുശേഷം ആ നെവിൻ അനുമോൾക്കൊക്കെ ആ ഒരു ഫുഡ് ഐറ്റംസ് കൊടുത്ത സമയത്ത് വളരെ ചീപ്പായിട്ട് ഒരു നാണോ മാനോ ഇല്ലാത്ത രീതിയിൽ ജിസേൽ വന്നിട്ട്, നിങ്ങളാണല്ലോ പറഞ്ഞത് ജിസേലിന്റെ ഭയങ്കര ഒരു നല്ല ആറ്റിറ്റ്യൂഡാണ്, സൂപ്പർ ലേഡിയാണെന്നൊക്കെ കണ്ടായിരുന്നല്ലോ ഇന്നലത്തെ സംസാരം. അപ്പൊ അതേപോലത്തെ ഒരു സംസാരം അവിടെ ആവർത്തിച്ചപ്പോൾ നീ റെനയുടെ ലിപ്സ്റ്റിക് എടുത്തിടുന്നു എന്ന് ചോദിച്ച് നമ്മുടെ അനുമോള് വീണ്ടും ആ ഒരു വിഷയത്തിലേക്ക് വന്നു. അതായത് മേക്കപ്പ് ഒക്കെ യൂസ് ചെയ്യുന്നു എന്നൊരു വിഷയത്തിലേക്ക് വന്നു. എന്നിട്ട് അവിടെ ഇരുന്ന് ഒരു ടിഷ്യൂ പേപ്പർ എടുത്ത് ആ ഒരു ഹൈറ്റ്, അനുമോളുടെ ഹൈറ്റും ജിസേലിന്റെ ഹൈറ്റും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കോ. ആ കൈ എത്തി ജിസേലിന്റെ ചുണ്ടത്ത് തുടച്ച് ലിപ്സ്റ്റിക് കാണിച്ചു കൊടുത്തതാണ്. അത് കാണിച്ചു കൊടുക്കാൻ പറഞ്ഞത് ആരാണ്? നെവിനും ജിസേലും തന്നെയാണ് പറഞ്ഞത്. നീ ലിപ്സ്റ്റിക് ഞാൻ ഇട്ടെങ്കിൽ നീ കാണിച്ചതാ എന്നും പറഞ്ഞുകൊണ്ട് ജിസേല് ഈ പറയുന്ന അനുമോളുടെ പിറകെ നടന്ന് നന്നായിട്ട് അങ്ങോട്ട് ശല്യം ചെയ്തു. അങ്ങനെ ശല്യം ചെയ്യുമ്പം അത് അനുമോള് കാണിച്ചു കൊടുത്തു. ഈ പറഞ്ഞ കാര്യത്തിനകത്ത് ഫിസിക്കൽ അസോൾട്ട് എന്ന് പറയാൻ സാധിക്കില്ല. ഇതിനപ്പുറം വലിയ കാര്യങ്ങൾ അവിടെ നടന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊന്നും ഫിസിക്കൽ അസോൾട്ട് ആയിട്ട് ബിഗ് ബോസ് പോലും കൺസിഡർ ചെയ്യില്ല. അങ്ങനെ കൺസിഡർ ചെയ്യാത്ത ആ കാര്യത്തിലേക്ക് എരുതിയിൽ എണ്ണ ഒഴിക്കും പോലെ നെവിനാണ് ചുമ്മാ പ്രശ്നം ഉണ്ടാക്കി അനുമോളെ പറഞ്ഞു വിടണം എന്നും പറഞ്ഞ് വലിയ പ്രശ്നം ഉണ്ടാക്കുന്നത്. അതിനുശേഷം ഈ പറയുന്ന കണക്ക് അനുമോള് തിരിച്ച് സംസാരിച്ച വഴിക്ക് നീ സാരിത്തുമ്പിൽ കിടന്നോ എന്നും പറഞ്ഞിട്ട് നെവിനെ കുറച്ചുകൂടെ ടോർച്ചർ ചെയ്യുന്നുണ്ട്. നീ അവളുടെ സാരിത്തുമ്പിൽ കിടക്കടാന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ തിരിച്ച് അത് നെവിനൊരു പ്രശ്നമേ അല്ല, കാരണം സാരിത്തുമ്പിലാണല്ലോ കിടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ കിടന്നോളാം എന്നും പറഞ്ഞുകൊണ്ട് നെവിനും നിന്നു. അത് കഴിഞ്ഞപ്പോഴത്തേക്കും അക്ബർ വരുന്നുണ്ട്. അക്ബർ വന്നിട്ട് കാര്യം പോലും അറിയാതെ, ഇതൊന്നും കാണാതെ അനുമോളെ വെറുതെ കിട്ടിയ അവസരത്തിൽ ഓരോന്നിങ്ങനെ പറഞ്ഞ് ടോർച്ചർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വെറും കക്കൂസ് വർത്തമാനാണ് അക്ബർ നമ്മുടെ അനുമോളെ പറയുന്നത്. അതായത് അനുമോള് വാ തുറന്നാൽ കക്കൂസ് വർത്തമാനേ പറയത്തോളം എന്ന് പറഞ്ഞ് പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വെറും തീട്ടം വർത്തമാനമാണ്. രണ്ടുപേരും തീട്ടം നിറന്ന് വിളിക്കുന്നുണ്ടായിരുന്നു. അതൊക്കെ അതിൻ്റെ ഇടയിൽ നടന്നു. പിന്നെ അങ്ങോട്ട് നെവിൻ വന്നിട്ട് പറയുന്നുണ്ട്, ഇതൊരുമാതിരി അമ്മായിയമ്മ മരുമോള് പോരെ കണക്ക് നീ എന്തോണി അടുക്കളയിൽ കയറത്തില്ല അത് ഇതെന്നും പറഞ്ഞിട്ട് എല്ലാ പ്രശ്നങ്ങളും നെവിൻ അവിടെ എടുത്തു പറയാൻ തുടങ്ങി. അതായത് റെന അടുക്കളയിൽ കയറുമ്പോഴത്തേക്കും അനുമോള് കയറാതിരിക്കുകയും റെന അടുക്കളയിൽ ജോലി ചെയ്യുന്ന സമയത്ത് അനുമോള് മാറിയിരിക്കുന്നത്, ഈ പറയുന്ന കാര്യങ്ങളെ അവരങ്ങനെയാണ് പറയുന്നത്. പിന്നെ അതുപോലെ വന്നിട്ട് അക്ബർ വന്ന് പറഞ്ഞ ഒരു വാക്കുണ്ട്, നീ കണ്ടവന്റെ കൂടെ നടക്കുകയല്ലേ എന്ന്. ഇവിടെ ഈ ഉദ്ദേശിച്ച കണ്ടവൻ എന്ന് പറയുന്നത് അക്ബറിന്റെ കാഴ്ചപ്പാടിൽ ആര്യനാണ്. പുറത്തെ കാര്യങ്ങൾ ഓരോന്ന് വെച്ചിട്ട് ഇവിടെ പറയാറില്ലെന്ന് എനിക്ക് തോന്നുന്നു, എനിക്കറിയില്ല. പക്ഷെ ഈ കണ്ടവന്റെ കൂടെ നടക്കുകയാണ് അനുമോൾ എന്ന് പറഞ്ഞത് അനുമോൾ തിരിച്ച് അക്ബറിന്റെ അടുത്ത് ചോദ്യം ചെയ്യുന്നുണ്ട്. അവിടെ ആര്യനെ വെച്ചിട്ട് ഏതു നേരവും അക്ബർ കളിയാക്കാറുണ്ട്. ആര്യൻ പ്രത്യേകിച്ച് ഒരു റോളും ഈ അനുമോളിന്റെ ഗെയിമിനകത്ത് സത്യത്തെ ഇല്ല. ആര്യനാണ് ഇടിച്ചു കയറി അനുമോളുടെ അടുത്ത് ചെല്ലുന്നതെന്നൊന്ന് ലൈവ് കാണുന്നവർക്ക് മനസ്സിലാവും. എപ്പിസോഡ് കാണുമ്പോഴത്തേക്കും ഒരു അനുമോളും ആര്യനും ഒരു കോംബോ ഉള്ളതുപോലെ നമുക്ക് തോന്നുമെങ്കിലും ലൈവിനകത്ത് അങ്ങനെ ഒരു ഫീൽ തോന്നാനേ ചാൻസ് ഇല്ല. അനുമോൾ അങ്ങനെ നോക്കുന്നതേ ഇല്ല. തമാശയ്ക്ക് ഓരോന്ന് അവളുമാർ അവിടുന്ന് ഇടുന്നൊക്കെ പറയും. ഈവൻ ശൈത്യ കളിയാക്കാറുണ്ട്. പിന്നെ റെനയും ജിസേലും എല്ലാം ഓരോന്നിങ്ങനെ പറഞ്ഞിട്ട് കൊടുക്കാറുണ്ട്. ആര്യൻ അത് തൂക്കി പിടിച്ചോണ്ടാണ് നടക്കാറ്. അത് കഴിഞ്ഞതിന് ശേഷം റെന വന്നിട്ട് നീ എൻ്റെ കാലിൽ ചവിട്ടിയ ആ ഒരു കേസൊക്കെ അവിടെ പറയുന്നുണ്ട്. സത്യം പറഞ്ഞാൽ അതുൾപ്പെടെ ഇങ്ങനെ കുറേ കാര്യങ്ങൾ ഉള്ളത് കൊണ്ട് ഇതൊന്നും ഫിസിക്കൽ അസോൾട്ട് എന്ന് പറഞ്ഞൊരു കൺസിഡറേഷൻ എടുക്കാൻ പറ്റില്ല. ടിഷ്യൂ പേപ്പർ എടുത്ത് ചുണ്ടി തേച്ചതാണോ ഫിസിക്കൽ അസോൾട്ട്? അതിൻ്റെ പേര് മറ്റേ ക്യാമറയുടെ മുന്നിൽ പോയി നിന്ന് ജിസേല് ഭയങ്കര കരച്ചിലാണ്. എന്നെ ഇങ്ങനെ ചെയ്തു, എൻ്റെ ചുണ്ട് കണ്ടോ എന്നും പറഞ്ഞിട്ട്. അതുപോലെ തന്നെ ബിഗ് ബോസിനെ ഭീഷണിപ്പെടുത്തുന്ന രീതിയിൽ ജിസേല് പറഞ്ഞൊരു വാക്കെന്ന് പറയുന്നത്,
ഞാൻ ഫസ്റ്റ് ടൈം ഇതെനക്ക് പറഞ്ഞപ്പം ബിഗ് ബോസ് ഒന്നും പറഞ്ഞില്ല, ഇതിപ്പോ സെക്കൻഡ് ടൈം ആണ്, ഇതിവിടെ പറ്റത്തില്ല എന്നും പറഞ്ഞിട്ട് ആ ഒരു ടേബിളിനകത്ത് വന്നിട്ട് ജിസേൽ ഭയങ്കര കരച്ചിലായിരുന്നു. ഇനി ഈ ഒരു കാര്യം, ഈ ഒരു സംഭവത്തിന്റെ ഇടയിൽ ആ നെവിൻ ഒറ്റയ്ക്ക് ഒരു റിയാലിറ്റി ഷോ അവിടെ നടത്തുന്നുണ്ട്, നെവിൻസ് റിയാലിറ്റി ഷോ. ഒന്നുകിൽ ഞാൻ അല്ലെങ്കിൽ നീ, ഈ പറഞ്ഞ രീതിയിൽ കുറെ അധികം സീരിയസ് ആയിട്ട് അപ്പാനി ശരത്തൊക്കെ പോയി ആ സ്റ്റോർ റൂം ക്യാമറയുടെ മുന്നിൽ നിന്ന് പറയുമ്പോൾ നെവിൻ വന്നിട്ട് പറയുന്നുണ്ട്, തീർച്ചയായിട്ടും എന്നെ ഇവിടെ നിന്ന് പറഞ്ഞു വിട്, അല്ലെങ്കിൽ അനുമോളെ പറഞ്ഞു വിട്ടിട്ട് ഞാൻ ഇവിടെ ഉണ്ടാകും. ഇങ്ങനെ ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ട് പറയുന്നുണ്ട്. ഈ പറഞ്ഞത് വെച്ചിട്ടാണ് ബിഗ് ബോസ് നെവിനെ പുറത്താക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യം പറയുന്നത്. അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം അനുമോളുടെ ഭാഗത്ത് ഇന്നത്തെ കേസിൽ തെറ്റില്ല. അനുമോളെ ചൊറിയാൻ ചെന്നിട്ട് അനുമോൾ ചെയ്ത നോർമൽ കാര്യം മാത്രമാണ്. ബിഗ് ബോസ് എന്ന് പറയുന്ന ഒരു റിയാലിറ്റി ഷോ വെച്ചിരിക്കുന്നത് തന്നെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യാനാണ്. അതിനുശേഷം നെവിൻ പറയുന്ന മറ്റൊരു വാക്കെന്ന് പറയുന്നത്, ഇപ്പോൾ ഈ ബിഗ് ബോസ് അനുമോളെ പാമ്പർ ചെയ്യുന്നു, അങ്ങനെ അനുമോളെ പാമ്പർ ചെയ്ത് അനുമോളെ ഇവിടെ നിർത്തുവാണെങ്കിൽ ഞാൻ ഇവിടുന്ന് പോകും എന്ന് ശക്തമായിട്ട് നെവിൻ പറയുന്നുണ്ട്. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നോക്കുവാണെങ്കിൽ നെവിനോട് ബിഗ് ബോസിനൊരു ദേഷ്യം വരാനുള്ള സാധ്യത ഞാൻ കാണുന്നുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് നെവിന്റെ കേസിൽ സംഭവിച്ച മറ്റൊരു ആദില നൂറ ആ ഒരു ഇന്ററാക്ഷൻ എന്താന്ന് വെച്ചാൽ, ആദില നെവിന്റെ അടുത്ത് വന്നിട്ട് എടുത്ത് ചോദിക്കുന്നുണ്ട്, നെവിൻ നീ ഈ പറയുന്നത് എന്തർത്ഥത്തിലാണ്, നിനക്ക് എന്താ കുഴപ്പം, നീ എന്തിനാണ് നീ ഇവിടെ നിൽക്കും, അനുമോൾ ഇവിടുന്ന് പോകണം, എന്ത് സീരിയസ് ആയിട്ടാണ് അത് പറയുന്നത്, ശരിയാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പൊ നെവിൻ പറയുന്നുണ്ട്, ഞാൻ ഇവിടുന്ന് പോകാൻ ഞാൻ ഒന്നും ഇല്ലാത്തിടത്തുനിന്ന് തന്നെയാണ് ഇങ്ങോട്ടേക്ക് വന്നത്, അതുകൊണ്ട് പോകുന്നതിൽ എനിക്ക് പേടിയൊന്നുമില്ല. അങ്ങനെ പറയുമ്പോഴത്തേക്കും അത് ആദിലയ്ക്ക് ഭയങ്കര വാശിയാകുന്നുണ്ട്. എല്ലാ വിഷയത്തിലും മധ്യസ്ഥത പറയാനായിട്ട് ആദിലയുടെ ഒരു വരവുണ്ട്. അപ്പോൾ ഇവിടെയും ആദിലെ അത് കുത്തിത്തിരിച്ച് ചോദിക്കുന്നുണ്ട്. അതായത് നെവിൻ അങ്ങനെ പറയുകയാണെങ്കിൽ, അങ്ങനെയാണെങ്കിൽ നീ നിനക്ക് എത്ര ധൈര്യം ഉണ്ടെങ്കിൽ നീ ഇറങ്ങി പോടാ എന്നുള്ളൊരു അർത്ഥത്തിലാണ് സത്യത്തിൽ ആദിലെ അവിടെ ചോദിച്ചിരിക്കുന്നത്. കാരണം എപ്പോഴും പറയുന്നതാണല്ലോ, അങ്ങനെ വെറുതെ നീ പറയണ്ട, നിനക്ക് അങ്ങനെ അത്രയ്ക്ക് ധൈര്യം ഉണ്ടോ നിനക്ക് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ്. അപ്പം നെവിനും അതനുസരിച്ച് ഞാൻ പോകും, അങ്ങനെയാണ്, ഞാൻ ഒന്നും ഇല്ലാത്തടത്ത് നിന്ന് തന്നെയാണ് വന്നത് എന്നൊക്കെ. അപ്പോൾ ഈ പറയുന്ന കാര്യങ്ങൾ ഞാൻ എടുത്തു പറയുന്നത്, ബിഗ് ബോസ് എന്തുകൊണ്ട് ആ ഒരു വാതിൽ ഓപ്പൺ ചെയ്തു എന്ന് വെച്ചാൽ അത്രയും സ്ട്രോങ് ആയിട്ട് നെവിൻ അവിടെ പറയുന്നുണ്ട്. അത് ഒരാളെടുത്തല്ല, ഒരുപാട് പേരെടുത്ത് പറയുന്നുണ്ട്. പിന്നെ അനുമോളെടുത്ത് ചോദിക്കുന്നുണ്ട്, ആദില നിനക്ക് പോകാൻ താല്പര്യമുണ്ടോന്ന്. അപ്പം അനുമോള് പറയുന്നുണ്ട്, എനിക്ക് പോകണ്ട, ഞാൻ ഇനി അഥവാ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാനത് സോറി പറയും. അനീഷ് വന്നിട്ട് സോറി പറയാൻ പറയുമ്പോൾ പോലും അനുമോള് പറയുന്നുണ്ട്, ഞാൻ സോറി പറയും, പക്ഷെ ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല, അതുകൊണ്ട് ഞാൻ സോറി പറയില്ല എന്നൊക്കെ അനുമോൾ അത് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. പിന്നെ അതിനുശേഷം നടന്നൊരു സംഭവം എന്ന് പറയുന്നത്, അക്ബർ ഇതിന്റെ ഇടയ്ക്ക് കിടന്ന് ഭയങ്കര സീൻ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. അക്ബർ ആണെങ്കിൽ ഒരു കാര്യമില്ലാതെ പാട്ടും പാടി കൂളായിട്ട്, എന്നുവെച്ചാൽ ഒരു വിഷയം നടക്കുമ്പോൾ ആ വിഷയത്തെ ഒന്നുകിൽ ആ വിഷയത്തിൽ ആദില ചെയ്യുന്ന കണക്കൊരു മധ്യസ്ഥത നിൽക്കുന്നെങ്കിൽ ഓക്കെ, അതല്ലെങ്കിൽ ഇത് ആരുടെയെങ്കിലും പക്ഷം പറയാൻ നിൽക്കണം. ഇതൊന്നുമില്ല. അക്ബറിന്റെ ഒരു റിയാലിറ്റി ഷോ അവിടെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്, നെവിന്റെ കാര്യം അവിടെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. വിഷയത്തിൽ നിന്നേ ഇവരൊക്കെ മാറിക്കഴിഞ്ഞു. പിന്നെ ഇതിൽ നിന്നൊക്കെ ഏറ്റവും ഫണ്ണായിട്ട് ബിഗ് ബോസ് എടുത്തെടുത്ത് ലൈവിൽ കാണിക്കുന്ന മറ്റൊരാളുണ്ട്, രേണുസുതി ഇടയ്ക്ക് പറയുന്നുണ്ട്, ഞാൻ ശരിയുടെ പക്ഷത്താണ് എന്ന് പറഞ്ഞിട്ട് രേണുസുതി അവിടെ കാര്യമായിട്ട് കോഫിയൊക്കെ ഇട്ട് മധുരമൊക്കെ ഇട്ട് കലക്കി അങ്ങോട്ട് കുടിക്കുന്നുണ്ട്. ഒരു മാല, ഒരു ചെയിൻ കിട്ടുമ്പോൾ ആ ചെയിനൊക്കെ എടുത്ത് കഴുത്തിലിട്ടിട്ട് കണ്ണാടിയിൽ നോക്കി സൗന്ദര്യമൊക്കെ നോക്കുന്നുണ്ട്. അപ്പൊ രേണുസുതി അവിടെ അവിടെ നിൽപ്പുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു സീനൊക്കെ കാണുമ്പോൾ രേണുസുതി ഒരു പാവമാണെന്ന് തോന്നും കേട്ടോ. പിന്നെ അതിനുശേഷം നെവിൻ എഗെയിൻ ആ ഒരു സ്മോക്കിംഗ് റൂമിലേക്ക് വരുമ്പോൾ ഷാനവാസ് തുടക്കം തൊട്ട് ഈ വിഷയത്തിൽ നന്നായിട്ട് ഇടപെട്ടിട്ടുണ്ടായിരുന്നു. ഷാനവാസ് രണ്ടുപേരുടെയും പക്ഷം പറയുന്നുണ്ട്. പക്ഷെ ഷാനവാസ് പറയുന്നത്, അനുമോൾ ഒരിക്കലും ഫിസിക്കൽ അസോൾട്ട് ചെയ്യരുത്, ഒരാളുടെ ബോഡിയിൽ മറ്റൊരാൾ അനുവാദമില്ലാതെ തൊടുന്നത് തെറ്റാണ്. അതിനി ചെറിയതായിട്ട് തൊട്ടാലും വലുതായിട്ട് തൊട്ടാലും, അടിയാണെങ്കിലും ഇനി അതല്ല വെറുതെ തൊട്ടാലും അതൊരു തെറ്റാണ്. അത് ഷാനവാസും റെനയും ഒക്കെ അവിടെ നിന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. ഇതൊക്കെ അവിടെ നടക്കുന്നുണ്ട്. അപ്പോൾ നെവിൻ അവസാനം ആ സ്മോക്കിംഗ് റൂമിൽ വെച്ച് വീണ്ടും ഇത് പറയുമ്പോൾ ഷാനവാസ് എടുത്തു പറയുന്നുണ്ട്, ഇങ്ങനെ നീ പറയേണ്ട കാര്യമില്ല, ഇങ്ങനെ നീ പറയരുത്, നീ എന്തിനാണ് ഇങ്ങനെ സംസാരിക്കുന്നത് എന്നൊക്കെ ഷാനവാസും ചോദിക്കുന്നുണ്ട്. അപ്പോൾ നെവിൻ ഔട്ട് ആകുന്നതിന്റെ ഒരു ജസ്റ്റ് ഒരു കാർമികം കൂടൽ മാത്രമാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. നെവിൻ ഔട്ടായോ എന്ന് ഞാൻ നോക്കിയിട്ട് പറയാം. അപ്പോൾ നിങ്ങൾ സീരിയൽ ഗ്രാൻഡ്മ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെയിറ്റ് ചെയ്യുക. ഉടനെ അടുത്ത ഒരു ലൈവ് അപ്ഡേറ്റുമായിട്ട് ഞാൻ വരാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഞാൻ പോയി വരാം. ബൈ.